മാമൻ മാപ്പിളയുടെ കുടുംബത്തിന് അധികകാലം പത്രക്കച്ചവടത്തിലൂടെ ജീവിക്കാമെന്ന് കരുതണ്ട. കേരളത്തിൽ പത്രങ്ങൾക്കെല്ലാം വലിയ സർക്കുലേഷൻ ഉണ്ടെന്നുള്ള പ്രചരണം മനോരമ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം തുടങ്ങി പല പത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പത്രങ്ങളുടെ എല്ലാം ഇന്നത്തെ അവസ്ഥ പഴംപൊരി പോലെയാണ്. പഴംപൊരിയുടെ ലൈഫ് എത്ര കാലമുണ്ട്, ഇനി അത്ര കാലം മാത്രമേ കേരളത്തിലെ പത്രങ്ങൾക്ക് ആയുസുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഇപ്പം ഇവർ എഴുതിവിടുന്ന പല കാര്യങ്ങളും പഴംപൊരിയുടെ ദേഹത്ത് മാത്രമാണ് സ്പർശിക്കാറുള്ളത്, അല്ലാതെ നാട്ടുകാരുടെ പത്രം വായനാശീലം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു പ്രതികരണം കേൾക്കാനിടയായി. 24 വർഷമായിട്ട് പത്ര ഏജൻസി നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തിനടുത്ത് താമസിക്കുന്ന സുനിൽ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം 24 വർഷങ്ങൾക്ക് മുന്നേ പത്രമിട്ട് തുടങ്ങിയപ്പോഴുള്ള അന്നത്തെ സർക്കുലേഷനും ഇന്നത്തെ അവസ്ഥയും കുറിച്ച് വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ പൊള്ളയായിട്ടുള്ള ഒരു അവകാശവാദമാണ് ആ വാക്കുകളിലൂടെ തകർന്നു വീഴുന്നത്. എന്താണ് കഴിഞ്ഞ ഒരു 24 വർഷത്തിനിടയിൽ കേരളത്തിലെ പത്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ സ്വീകാര്യത എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുള്ളത്? ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ പത്രത്തിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 35 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പത്രം വായിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ഭൂരിഭാഗവും ഓൺലൈൻ, പുതിയ ന്യൂ ജനറേഷൻ മൊത്തം ഓൺലൈനിൻ്റെ പുറകിലാണ്. കാരണം ഓൺലൈൻ ചാനലുകൾ ഫുൾ ടൈം ലൈവാണ് എല്ലായിടത്തും, അതുപോലെ തന്നെ ചാനലുകൾ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പത്രത്തോടുള്ള ആ ഒരു പഴയ താല്പര്യം, മറ്റേ നേരത്തേക്ക് വെച്ചാൽ നമ്മളെ കാര്യമായ ക്യാമ്പസിൽ തന്നെ ഈ പറഞ്ഞ 10-24 വർഷം കൊണ്ട് പത്രം ഞായിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു പത്രത്തിൻ്റെ ഓരോ പേപ്പറും ഓരോ പേജ് സഹിതമാണ് അവർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് പത്രം വായിക്കാൻ വേണ്ടി. പക്ഷേ അന്നത്തെ കാലത്ത് വേറെ സംവിധാനമില്ല. ആകെയുള്ളത് ദൂരദർശൻ്റെ അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റോ അങ്ങനെ 1-2 വാർത്താ ചാനൽ മാത്രമേ ഉള്ളൂ. ഇന്നത് മാറി നമ്മൾ പത്രം കൊണ്ട് വെച്ചാൽ ആ പത്രം അവിടെ ഇരിക്കുകയാണ്. പിറ്റേന്ന് ചെല്ലണമ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന അതേ സെയിം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. മിക്ക വീടുകളിലെ അവസ്ഥയിൽ ഇത് തന്നെ. പത്രം നമ്മളൊരു ഇതിനു വേണ്ടി കൊണ്ട് നേരത്തേക്ക് കൊണ്ടിടുമ്പോൾ അവർ കൊണ്ടങ്ങ് ഇടാമെന്ന് മാത്രമേ. ഈ മേഖലയിലെ വരുമാനത്തിനും കാര്യമായി ഇടിവ് സംഭവിക്കും. വരുമാനവും ഭയങ്കരമായിട്ട് സർക്കുലേഷനൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഈ സ്കൂളിൽ ഇപ്പോൾ ഇത് വായനാശീലം എന്നുള്ള സംഭവം ഇന്നത്തെ കാലത്ത് ഇല്ല. ശരിക്കും പറഞ്ഞാൽ കുറവാണ്, നല്ല കുറവാണ്. സ്കൂളുകളിലൊക്കെ ഈ നേരത്തേക്കെന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വാർത്ത എഴുതിക്കൊണ്ട് വേണ്ട ഒരു സംവിധാനമുണ്ടായിരുന്നു. ഇന്നത് പല സ്കൂളുകളിലും ഇല്ല. ഈ പല സ്കൂളുകളിലും വായനാ കളരി എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും നല്ല രീതിയിൽ അവർ ഇത് സർക്കുലേഷന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്രത്തോളം അത് ഒരു ഫലവത്തായിട്ട് വരുന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഒരുപാട് മാഗസീനുകൾ ഉണ്ടായിരുന്നു, പത്രങ്ങളുണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അന്ന് 24 വർഷം മുമ്പ് പത്രം ഇടുമ്പോൾ എത്ര പത്രങ്ങൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ഇന്ന് എത്ര ഉണ്ട് എന്നുള്ളത് കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 വർഷം മുമ്പ് എനിക്ക് ഏകദേശം 1400 പത്രത്തോളം ഉണ്ടായിരുന്നു. എല്ലാ പത്രവും, മനോരമ, മാതൃഭൂമി, ഈ ഹിന്ദു, ടൈംസ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കേരളമതി, ദേശമതി എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നത് മാറി ഇപ്പോൾ ഏകദേശം ഒരു 1000-ന് താഴെ ഉണ്ട്. ഒരു 8 വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ 8 വർഷത്തിനിപ്പുറം വെച്ച് ഏകദേശം 1000-400ഓളം പത്രം പോയി. വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് കുറഞ്ഞു വരാനാണോ, ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്, ഇനി കുറഞ്ഞു വരാനാണോ സാധ്യത? ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് വെച്ചാൽ ഇത് കുറഞ്ഞു വരാനാണ് ചാൻസ് കൂടുതൽ. ഈ പോക്കാണ് അധികകാലം ഈ പത്രമാധ്യമങ്ങളോടുള്ള ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ട്. എന്താ വെച്ചാൽ സാമ്പത്തികപരമായി നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കളക്ഷനായാലും എല്ലാ രീതിയിലും തിരിച്ചടിയാണ്. ആൾക്കാർക്ക് താല്പര്യം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഉപജീവനം എന്നുള്ള നിലയ്ക്ക് ഇവർ ശ്രമിക്കുന്നത് കൊണ്ടാണ് അത്ര വീടുകളിലേക്കെങ്കിലും പത്രം ഇപ്പോൾ എത്തുന്നത്. അവർ അവരുടെ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വിൽപ്പന നടത്തുന്നു. അതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലെയും കാഴ്ചയെക്കുറിച്ച് സുനിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് പത്രം കൊണ്ട് ചിലയിടങ്ങളിലിട്ടാൽ അടുത്ത ദിവസത്തെ പത്രവുമായി ചെല്ലുമ്പോൾ പോലും അത് തുറന്നു നോക്കാറേയില്ല. പുതിയ കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ ഒട്ടുമേ ആ സൈഡിലോട്ട് പോലും നോക്കാത്ത അവസ്ഥയാണ്. പലതും അവർക്ക് അറിയാൻ വേണ്ടി ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ സംവിധാനമുണ്ട്. മാമൻ മാപ്പിളയുടെ മനോരമയും മറ്റു പത്രങ്ങളെല്ലാം അധിക കാലമില്ലാതെ കണ്ണടയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ ഏകദേശം ആദരാഞ്ജലികൾ നേരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത്. കേരളത്തിലെ മനോരമയൊക്കെ വീണ്ടും 2 കോടി വരിക്കാറായി, 3 കോടി വരിക്കാറായി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഈ പാവപ്പെട്ട ഏജന്റുമാരുടെ തലയിൽ ചെന്നിരുന്ന് അവർക്ക് ബാധ്യതയുണ്ടാക്കുകയാണ്. സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി അവരുടെ തോളിൽ സമ്മർദ്ദവുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, ആൾക്കാർക്ക് ഈ നുണ വായിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് നുണ ഇഞ്ചക്ട് ചെയ്യാനോ
പഴയതുപോലെ പത്രങ്ങൾ ഉപയോഗിക്കാൻ ഇനി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പങ്ങൾ പത്രങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു അരോചകം പോലെയാണ്. അതിനുള്ളിൽ മൊത്തം പരസ്യമാണെന്നും കച്ചവട താല്പര്യവുമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുതിയ മേഖലയിലേക്ക് കടന്നുപോയി കഴിഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ വാചകം തെളിയിക്കുന്നത്. കുറച്ചു കാലം കൂടി ഇങ്ങനെ ഉന്തിയും തള്ളിയൊക്കെ കൊണ്ടുപോകാം. അതിനപ്പുറത്തേക്ക് അത് ആസന്നമായിട്ടുള്ള കണ്ണടക്കലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് 25 വർഷത്തെ ഒരു അനുഭവം തുറന്നു കാട്ടുന്നുണ്ട്.